ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി തോരനായിട്ടാണ്. നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു സംഭവം കൊണ്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ, പക്ഷെ അധികം ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നമ്മൾ വെള്ളരിക്ക കൊണ്ട് ഒരു വെള്ളരിക്ക മുട്ടത്തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ വെള്ളരിക്ക കൊണ്ട് പച്ചടി, കിച്ചടി, ഓലൻ ഇങ്ങനെ മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതേപോലെ ഒരു സൂപ്പറായിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്കയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് അതുപോലെ നടുക്കത്തെ ഈ ഒരു ഇതിൻ്റെ കുരുക്കളെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അതൊക്കെ സ്കിന്നെല്ലാം കളഞ്ഞ് കുരുക്കളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. അപ്പം നമ്മൾ പടവലങ്ങയൊക്കെ വെക്കുമ്പോൾ നമ്മൾ മുറിക്കത്തില്ലേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിക്കുന്നത്. ഇനി ഇതിനേക്കാളും ചെറുതായി നിങ്ങൾക്ക് മുറിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു തോരൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പടവലങ്ങയൊക്കെ ഉണ്ടാക്കത്തില്ലേ, പടവലങ്ങ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഇഷ്ടം വരും ഈ ഒരു തോരൻ കഴിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ള ഒരു തോരനാണ്. അപ്പോൾ ഞാനിത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് മനസ്സിലായത് വെള്ളരിക്ക കൊണ്ട് ഓണത്തിന് നമുക്ക് ഉണ്ടാക്കുന്ന കിച്ചടി പച്ചടി മാത്രമല്ല, ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളരിക്കയുടെ ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഉടനെ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം. ഞാനൊരു കണക്കൊന്നും പറയുന്നില്ല. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരണം. വേപ്പില, പച്ചമുളക്, അതുപോലെ ഒരു 1/4 കപ്പോളമുള്ള ചെരുവിയ തേങ്ങ, 2 ചെറിയുള്ളി, ഇത്രയും മാത്രം മതി. ഇതിനകത്ത് ജീരകമൊന്നും ഇല്ല കേട്ടോ, ജീരകമൊന്നും ചേർക്കേ വേണ്ട. ഈ ഒരു കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് ചതയ്ക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ്, ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഞാനൊന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടെ രുചി കേട്ടോ, നാടൻ ഭക്ഷണമൊക്കെ അല്ലേ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 2 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. ഉണക്കമുളക് ഓപ്ഷണലാണ്, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉണക്കമുളക് കാണാനൊക്കെ ഒരു ഭംഗിയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളമുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊരു 1 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കീറിയിട്ടും കൊടുക്കാം. ഞാൻ സാധാരണ തൃശ്ശൂരൊക്കെ ഞങ്ങൾ വേപ്പില എന്നാണ് പറയുക. അപ്പോൾ അത് കറിവേപ്പില എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ചില വീഡിയോകളിൽ കറിവേപ്പിലയ്ക്ക് പകരം വേപ്പില എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു, ചേച്ചി വേപ്പിലല്ല അത് കറിവേപ്പില എന്ന് എടുത്ത് പറയണമെന്ന്. അപ്പോൾ ഞാൻ 1 മിനിറ്റോളം നല്ലതുപോലെ സവോളൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സവോളയുടെ നിറമൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയാൽ മാത്രം മതി. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളിപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രം മതി കേട്ടോ. പിന്നെ കുറേ പേര് ചിന്തിക്കും ഇതിനകത്തുള്ള വെള്ളം ഇറങ്ങില്ലേ, ഇത് ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കത്തില്ലേ തോരന്ന്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കാണുക, അപ്പം മനസ്സിലാവും നല്ല വിട്ടിട്ട് തന്നെയാണ് നമ്മുടെ തോരൻ ഇരിക്കുക. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 4 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ മൂടി വെക്കുന്ന സമയം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ചിലപ്പോൾ ഇത് അടി പിടിക്കും, നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനൊരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടിയത് തുറന്നു. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, അതുപോലെ ചെറിയുള്ളി, വേപ്പില ഇതെല്ലാം ചേർത്തിട്ട് ചതച്ച് വെച്ചതാണ്. ഇതും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല. ഇനി ഒത്തിരി മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇതിനകത്ത് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് നമ്മുടെ ഒരു വേവ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള, ചില ആൾക്കാർക്ക് ഇത് ചെറുതായിട്ട് കടിച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഇതൊന്ന് ഉടഞ്ഞ് കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 മിനിറ്റും കൂടെ എടുത്തു. അതിനകത്ത് ഇത് റെഡിയായി വന്നായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഇളക്കട്ടെ.
അപ്പോൾ അതാ ഞാനിവിടെ ഒരു 3 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോവോ ഒന്നുമില്ല. നല്ല സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നല്ല സൂപ്പർ തോരനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ തോരനായിട്ട് കഴിക്കാം. ഇനി അതല്ല ഇച്ചിരിയും കൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു മുട്ട ഒന്നൊക്കെ പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല കിടിലൻ വെള്ളരിക്ക മുട്ടത്തോരനാണ് കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർക്ക് വെള്ളരിക്ക പച്ചക്കറി ആയതുകൊണ്ട് പച്ചക്കറിയായിട്ട് തന്നെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു കുഞ്ഞുങ്ങൾക്കും കൂടെ കഴിക്കാൻ ഇഷ്ടം വരുന്ന രീതിയിൽ ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് ചിക്കി പൊരിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതൊരു 1 മിനിറ്റിന് താഴെ മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതാ ഞാനിതൊന്ന് ചിക്കി പൊരിച്ചിട്ട് വരാം. അപ്പോൾ അത് 1 മിനിറ്റോളം എടുത്തിട്ട് ഞാൻ നല്ലതുപോലെ മുട്ടയെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് വളരെ സ്വാദേറിയിട്ടുള്ളൊരു ഒരു തോരനാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, അത്രയും സ്വാദാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡിഷിനകത്തോട്ട് ഞാനൊന്ന് മാറ്റുവാണേ. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, അത്രയും സ്വാദാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യണം. അതുപോലെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.